ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മാർക്കോസിന്റെ വിശുദ്ധ സുവിശേഷം 10-ാം അധ്യായം 28 മുതൽ 31 വരെയുള്ള തിരുവചന ഭാഗങ്ങൾ. ചില മിഷണറി വിചാരങ്ങളിലൂടെ കടന്നുപോകാൻ ഇന്നത്തെ സുവിശേഷം നമ്മെ ക്ഷണിക്കുന്നു. ഇന്നലകൾ പകർന്നു നൽകിയ കാഴ്ചകൾ വലിയ ആത്മീയതകൾ നൽകിയവയാണ്. തെരുവിലും തീരത്തും തെമ്മാടിക്കുഴികളിലും തുടങ്ങി മലയോരങ്ങളിലും മനസ്സിലും മിഷണറിമാർ ഒരുക്കിവച്ച ഒരുപാട് ഓർമ്മകൾ കാലത്തെ വെല്ലുന്ന കാണിക്കകളായി ഉയർന്നു നിൽക്കുന്നു. ഒന്നുമില്ലാതിരുന്ന മനുഷ്യന് മാടവം മരുന്നും മന്നയും മനസ്സാക്ഷിയും നൽകിയവരുടെ ജീവിതങ്ങൾ സ്വർണം കൊണ്ടല്ല, സ്നേഹം കൊണ്ട് കൊത്തിവെക്കണം. ചരിത്രരേഖകൾ ചിതലരിക്കുന്ന ഈ കാലത്ത് കോലങ്ങൾ കെട്ടിയാടാൻ കൂടപ്പിറപ്പിനെയും പേറ്റുനോവെടുക്കുന്നവരെയും മറന്നവർക്ക് എന്ത് മിഷനറി, എന്ത് ഇന്നലകൾ! സുവിശേഷത്തിൽ ക്രിസ്തുപാതയിൽ ഉപേക്ഷിക്കേണ്ടവരുടെ എണ്ണം കേട്ട് ആദി പിടിക്കാൻ വരട്ടെ. നിത്യജീവിതവുമായി ബന്ധപ്പെട്ട ചിന്തയിലാണ് ഈശോ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നത്. എന്നെ പ്രതിയും സുവിശേഷത്തെ പ്രതിയും ഭവനത്തെയോ മാതാവിനെയോ പിതാവിനെയോ മക്കളെയോ വയലുകളെയോ ത്യജിക്കുന്നവരിലാർക്കും 100 ഇരട്ടി ലഭിക്കാതിരിക്കുകയില്ല. ലോകജീവിതത്തിനു മുകളിൽ നിത്യജീവിതത്തിലേക്ക് കണ്ണുകളുയർത്തണമെന്ന വിചാരത്തിൻ്റെ തുടർച്ചയായി അവിടുന്ന് ഇതാവർത്തിക്കുമ്പോൾ സകലരെയും ഉപേക്ഷിക്കണമെന്നല്ല അവിടുന്ന് ഉപദേശിക്കുക. കൂടെ ഉള്ളവരൊക്കെ ഉടയോനും എൻ്റെ ദൈവവേലയ്ക്ക് മുകളിലാണ് എന്ന വിചാരമാണ് വീണ്ടും വിചാരം അർഹിക്കുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 48-ാം വാക്യത്തിൽ ആരാണ് എൻ്റെ അമ്മ, ആരാണ് എൻ്റെ സഹോദരർ എന്ന ചോദ്യം ഉരുവിടുന്ന ഗുരു ഉത്തരമായി അത് നിങ്ങൾ തന്നെയാണ് എന്ന് പറയാതെ പറഞ്ഞുകൊണ്ട് വലിയ സ്വാതന്ത്ര്യവും ആത്മബോധവും പകർന്നു നൽകുന്നുണ്ട്. ശേഷം കുരിശിൻ ചുവട്ടിൽ അമ്മ മറിയത്തെ ഒറ്റയ്ക്കാക്കാതെ യോഹന്നാനെ ചൂണ്ടിക്കാട്ടിക്കൊടുത്ത് കണ്ണടച്ച് ആ അമ്മയുടെ മടിയിൽ ഉറങ്ങുമ്പോൾ ഗുരു കാട്ടിത്തരുന്ന പാത എത്രയോ വലുതാണ്. തൻ്റെ ദൈവരാജ്യ ദൗത്യത്തിനും ദൈവപിതാവിനും മുകളിൽ ഒരു ആടയാഭരണങ്ങൾക്കും ഇടമില്ല എന്ന് പെറ്റമ്മയെ നോക്കിയ ദൈവം, കൂടപ്പിറപ്പിനെ പോലെ സ്നേഹിച്ച ശിഷ്യരെ നോക്കുന്ന ദൈവം പഠിപ്പിക്കുന്നില്ലേ? ഒന്നും ദൈവത്തിന് ദൗത്യത്തിനും മുകളിലല്ല. അത് ബന്ധമായാലും ബന്ധനമായാലും ആരെയും അവിടുന്ന് ഉപേക്ഷിക്കുന്നുമില്ല. അത് അമ്മയായാലും യൂദാസായാലും. ബാല്യകാലത്ത് ഒരു മിഷണറി വൈദികന്റെ ചില കത്തുകൾ വായിക്കാനിടയായിട്ടുണ്ട്. കത്തുകളിൽ നിന്ന് അധികമൊന്നും മനസ്സിൽ ബാക്കിയില്ല എങ്കിലും കത്തുകളൊക്കെ മറ്റേതോ രാജ്യത്തുള്ള ബന്ധുജനങ്ങളുടേതാണെന്ന ഒരു ഓർമ്മ ബാക്കിയുണ്ട്. എഴുത്തിനപ്പുറത്ത് അവരൊക്കെ ഉണ്ട് എന്ന് ആശ്വസിക്കുമ്പോഴും എൻ്റെ ദൈവമേ, എൻ്റെ പാദവും പാതയോരങ്ങളും ജീവിതവും ജീവനവും നിന്നിലാണെന്ന വിചാരം എത്ര സംതൃപ്തി നൽകിയിട്ടുണ്ടാകും അദ്ദേഹത്തിന്. നമുക്കെല്ലാവരും അനിവാര്യമാണ്. എന്നാൽ ഉടയോനും സുവിശേഷമെന്ന ഉത്തരവാദിത്വത്തിന് മുകളിലല്ല ആരും എന്ന ഓർമ്മപ്പെടുത്തൽ ഇന്നത്തെ വചനം വിളമ്പി വയ്ക്കുന്നു. ഒരു ചെറുകഥ ഇപ്രകാരമാണ്: ഓട്ടപ്പന്തയ മത്സരത്തിൽ കഴിവുകൊണ്ടും അഹന്ത കൊണ്ടും മുൻനിരക്കാരായവർ ബലഹീനരുടെ മുൻപിൽ കണ്ണടച്ചോടാൻ തുടങ്ങി. മുന്നിൽ തന്നെ എന്ന കരുതലിൽ ഓട്ടം പൂർത്തിയാക്കി. വഴിതെറ്റിയെന്ന് മാത്രമല്ല, വൈകിപ്പോവുകയും ഇടയ്ക്ക് വഴുതിപ്പോവുകയും ചെയ്തു. ആമേൻ.